പ്രിയമുള്ളവരെ, കോലത്തുകര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ഇത് എത്രാമത്തേതാണ് എന്ന് കൃത്യമായി ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലും കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന തരത്തിൽ 10ഓ 11ഓ എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 10 പ്രഭാഷണങ്ങൾ ഒരു മഹാസ്ഥാപനത്തിൽ, ഒരു മഹാ ആരാധനാലയത്തിൽ നടത്താൻ കഴിയുക എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമായി തന്നെ സ്വീകരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബൗദ്ധികവും സാംസ്കാരികവുമായ ആത്മീയമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉണർവുകളിലൊന്നിനെ പ്രതിനിധാനം ചെയ്യുന്ന കോലത്തുകരയിൽ നിന്ന് ഇന്ന് ഗുരുവിൻ്റെ നർമ്മത്തെപ്പറ്റിയും ഗുരുവിൻ്റെ മൗനത്തെപ്പറ്റിയും സംസാരിക്കുമ്പോഴും അനൽപമായ അഭിമാനബോധം എൻ്റെ ശിരസിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. ഞാൻ ആദ്യത്തെ തവണ ഇവിടെ എത്തുമ്പോൾ എനിക്ക് സുഹൃത്തുക്കൾ കുറവായിരുന്നു, എന്നെ കേൾക്കുന്നവർ കുറവായിരുന്നു, എന്നോടൊപ്പം വരുന്നവരും കുറവായിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാളൊക്കെ എത്രയോ പേർ എന്നോടൊപ്പം ചേർന്ന് എന്നെ സ്വീകരിക്കുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയതിനു പിറകിൽ ശ്രീനാരായണൻ്റെ അനുഗ്രഹം ആവോളമുള്ളതായി തന്നെ മനസ്സിലാക്കിക്കൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു, ഞങ്ങൾ മൂവരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ നർമ്മത്തെപ്പറ്റി സംസാരിക്കാനെത്തിയത്. എന്നെ കേൾക്കുന്നവരിൽ ഓരോരുത്തരെയായി ഞാൻ പേരെടുത്ത് പറയേണ്ടതുണ്ടെങ്കിലും എൻ്റെ വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് ദേവരാജൻ സാറിനെ പറ്റി പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം ഗുരുവിൻ്റെ നർമ്മങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് പുറത്തിറക്കാൻ ആരംഭിച്ച പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാനും അദ്ദേഹം എന്നെയാണ് മനസ്സിൽ കണ്ടതും ആ കൃതി ഏൽപ്പിച്ചതും. അതിനുകൂടിയുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ നർമ്മത്തിലൂടെ നാം ജീവിക്കുന്ന കാലത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, ഗുരുവിൻ്റെ മൗനത്തിലൂടെ നമുക്കെങ്ങനെ ആ കയറ്റത്തിൽ നിന്ന് മെല്ലെ ഇറങ്ങി സമാധാനത്തിൻ്റെ ഒരു പടവിനെ സ്പർശിക്കാം എന്നതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കൽ ശ്രീനാരായണ ഗുരു, പ്രഭാഷകനല്ലാത്ത ശ്രീനാരായണ ഗുരു, എന്നാൽ ഒരുപാട് പ്രഭാഷണങ്ങൾക്ക് വേണ്ട ഉള്ളടക്കങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള മഹാനായ ഗുരു, ഒരുപാട് പ്രഭാഷകരെ അനുഗ്രഹിച്ചിട്ടുള്ള ഗുരു, പ്രഭാഷണവും പ്രതിഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പ്രഭാഷണം കൊണ്ടുള്ള ഗുണമെന്തായിരിക്കണമെന്നും നിർവചിച്ചിട്ടുള്ള മഹാനായ ഗുരു ഒരിക്കൽ ശിവഗിരിയിലെ ഒരു പറങ്കിമാവ് ചൂണ്ടിക്കാട്ടി തൻ്റെ അടുക്കൽ നിന്നവരോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾ ഇന്നയാളുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ആ പ്രസംഗകൻ്റെ പേര് ഗുരു പറഞ്ഞു. ഇന്നയാളുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പറങ്കിമാവ് പോലെയാണ് അയാളുടെ പ്രസംഗം. നാം ഇവിടെ വന്ന കാലം മുതൽ ശിവഗിരിയിലെ ഈ പറങ്കിമാവ് കാണുന്നുണ്ട്. ഈ മാവിൽ പൂവ് ഉണ്ടായതല്ലാതെ, പൂവ് ഉണ്ടാവുകയല്ലാതെ ഫലമുണ്ടായതായി നാം ഇതുവരെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പ്രഭാഷകൻ്റെ പ്രസംഗവും ഈ പറങ്കിമാവ് പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഒരിക്കൽ പോലും ഒരു ദീർഘമായ പ്രഭാഷണം നടത്തിയിട്ടില്ലാത്ത ഗുരു
തൻ്റെ മനസ്സുകൊണ്ട് ഒരു പ്രഭാഷകനെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന നർമ്മമാണിത്. അയാൾ എത്ര കാലമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ അയാളുടെ പ്രസംഗം കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന ഈ വിമർശനം ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഏത് പ്രസംഗം എവിടെ നടത്തുമ്പോഴും ഞാൻ ആലോചിക്കുന്ന സാർത്ഥകമായ ഒരു നർമ്മമാണ്. ഗുരു എപ്പോഴെങ്കിലും എൻ്റെ പ്രസംഗത്തെ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ കേൾക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രസംഗത്തെപ്പറ്റിയും ഗുരു ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമോ എന്ന ഭയം എനിക്കില്ലാതില്ല. നിരർത്ഥകമായ വർത്തമാനങ്ങൾ കൊണ്ട് അയാൾ തന്നെയും ലോകത്തെയും ദർശനങ്ങളെയും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മുന്നിലിരുന്ന് ശ്രീനാരായണൻ എത്രയോ വലിയ ഒരു സാമൂഹിക വിമർശകനാണ് എന്ന് ചൂണ്ടിക്കാട്ടിത്തരുന്ന ഒരു നർമ്മമാണ് നമ്മളിവിടെ കണ്ടത്. ഗുരു പറഞ്ഞതിനർത്ഥം നമ്മുടെ വാക്കുകൾ കൊണ്ട് സമൂഹത്തിന് മാറ്റമുണ്ടാകണമെന്ന് തന്നെയല്ലേ? ഗുരു സൂചിപ്പിച്ചത് വർത്തമാനങ്ങൾ കൊണ്ട് സമൂഹത്തിന് ഉയരങ്ങളിലേക്ക് നയിക്കണമെന്നല്ലേ? അതല്ലാതെ സംസാരങ്ങൾ കൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കരുത് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി വർത്തമാനം പറയുന്ന ഒരാൾ ഗുരു പറഞ്ഞ കാര്യങ്ങൾക്ക് നിരക്കാത്ത ഒന്ന് സംസാരിക്കരുത് എന്നല്ലേ? ഇതിപ്പോൾ നാളെ ഒരു ചെറിയ പെരുന്നാളാകുമോ അല്ലയോ എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾക്കും മാതാപിതാക്കൾക്കുമുള്ള ചെറിയ 1-2 വസ്ത്രമൊക്കെ എടുക്കാൻ കടയിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വന്നതാണ്. ഞാൻ ഗുരു പറഞ്ഞ ഈ പ്രഭാഷണത്തെ ഖുർആനിലെ ഒരു വാക്യം കൊണ്ട് ഒന്ന് ചേർത്ത് വയ്ക്കാൻ ആലോചിക്കുകയാണ്. ഖുർആനിൽ ഒരു ചെറിയ അധ്യായമുണ്ട്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന ഒരു വാക്യം ആ അധ്യായത്തിലുണ്ട്. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തോട്, പടച്ചവനോട്, ഈശ്വരനോട് നിങ്ങൾ കാവലിനെ തേടുക എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള ദൈവത്തിനോട്? ഏതെങ്കിലും ഒരു സവിശേഷമായ ജാതി വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയുടെയോ ദൈവത്തിനോടെന്നല്ല ഈ അധ്യായം പറയുന്ന അർത്ഥം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നാണ്. ജനതയുടെ ഈശ്വരനായ, ജനതയുടെ തമ്പുരാനായ ദൈവത്തിനോട് കാവലിനെ തേടും. ആ കാവലിനെ തേടുന്ന അധ്യായത്തിലെ പരമപ്രധാനമായ വാക്യങ്ങളിലൊന്ന്, നാം ഒരുപാട് കാര്യങ്ങളിൽ ഈശ്വരനോട് കാവലിനെ തേടും. കോലധീരേശൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ആ കാവലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നും എനിക്കറിയാം. ആ പ്രാർത്ഥനയിൽ, ആ അധ്യായത്തിൽ, ആ സൂറത്തിലെ ഏറ്റവും സൂക്ഷ്മമായ പ്രാർത്ഥനകളിലൊന്ന്, പടച്ചവനെ, ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്നതാണ്. ഗുരു ഒരുപാട് പ്രഭാഷകരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനോടടക്കം ഇത് പറഞ്ഞിട്ടുണ്ട്. വർത്തമാനം പറയുന്ന പ്രഭാഷകരോട് പറയണം എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന്. ദൈവവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയണം. ഒരിക്കൽ അദ്ദേഹം കുട്ടികളുടെ ഒരു സദസ്സിൽ വർത്തമാനം പറയുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ അവരോട് ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ത്യാഗമാണ് ഈ കാലത്തിൻ്റെ അനുഗ്രഹം എന്ന് പഠിപ്പിച്ചു. 1924 അദ്വൈതാശ്രമത്തിൻ്റെ മുറ്റത്തെ പന്തലിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ഗരിമയുള്ള സ്വാഗത പ്രസംഗം നടത്താൻ സത്യവ്രത സ്വാമികൾ എന്ന ഗുരു ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് നമുക്കറിയാം. സത്യവ്രതനെ കണ്ടില്ലേ, നാം ആരും സത്യവ്രതനെ പോലെയാവില്ല. ബുദ്ധ ഭഗവാൻ പോലും സത്യവ്രതനോളം ജാതി പോയ ആളാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് ഗുരു അടയാളപ്പെടുത്തിയ സത്യവ്രതനോട് ആ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗം നടത്താൻ ഗുരു പറയുമ്പോൾ ആ സ്വാഗത പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമായി തീരുന്ന ഓരോ
വാക്യവും അളന്ന് തൂക്കി പരിശോധിച്ച് തയ്യാറാക്കി സത്യവ്രതനെ ആ വേദിയിലേക്ക് കടത്തിവിടുമ്പോൾ ഗുരുവിന് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. സത്യവ്രത, നീ പറയാൻ പോകുന്നത് ഈ നിമിഷത്തിൻ്റെ പ്രഭാഷണമല്ല. നീ നടത്താൻ പോകുന്നത് ഈ വേദിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഒരു പ്രസംഗമല്ല, മറിച്ച് കാലാകാലങ്ങളുടെ സാമൂഹിക ജീവിതത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, എല്ലാ ചോരയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന, ശ്വാസം ഒന്നു തന്നെയാണെന്ന് പഠിപ്പിക്കുന്ന, പ്രീതിയുടെ, അൻപിൻ്റെ, അരുളിൻ്റെ, മോക്ഷത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ പ്രസംഗമാകുന്നു സത്യവ്രത എന്ന് ഗുരു ആ സത്യവ്രതനോട് പറയാതെ പറഞ്ഞത് നമ്മൾ ആ സർവമത സമ്മേളനത്തിൻ്റെ ചിത്രത്തെ മനസ്സിലൊന്ന് ഓർത്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇതുള്ളിൽ വെച്ചുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഇയാളുടെ പ്രസംഗം ഈ പറങ്കിമാവ് പോലെയാണ്, പൂക്കുക മാത്രമേ ഉള്ളൂ, കായ്ക്കുന്നില്ല. അതുകൊണ്ട് ഗുരുവേ, എൻ്റെ പ്രസംഗം പൂത്ത് തളിർത്ത് അങ്ങ് താഴെ വീണു പോകുന്നതാവല്ലേ. എൻ്റെ പ്രസംഗം പൂത്ത് കായായി ലോകത്തിന് കനിയായിത്തീരുന്ന, അരുളായിത്തീരുന്ന പ്രസംഗമായി തീരണമേ എന്നല്ലാതെ ഗുരുവിൻ്റെ നർമ്മത്തെ വെച്ചിട്ട് ഞാൻ എന്താണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയേണ്ട കാര്യം? മേരി ഡഗ്ലസ് ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരിക്കൽ ഒരു വാക്യം പറഞ്ഞു. നാം നർമ്മം പറയാറുണ്ട്, നാം ചിരിക്കാറുണ്ട്, നാം നർമ്മം കേട്ടിട്ട് രസിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. പക്ഷെ എന്താണ് ഈ നർമ്മം എന്നറിയുമോ? ജോക്ക് is an image of a relaxation of conscious mind and conscious control in favor of the subconscious എന്ന് ഡഗ്ലസ് ഫ്രോയിഡിനെ അല്പമൊന്ന് പരിഷ്കരിച്ചു. ഇതിൻ്റെ അർത്ഥം ഇത്രയുമാണ്: ഉപബോധ മനസ്സിന് അനുകൂലമായി, നമുക്ക് മനസ്സിന് പല തലങ്ങളുണ്ടല്ലോ, ബോധമുണ്ട്, ഉപബോധമുണ്ട്, അബോധമുണ്ട്. ഇത് ഫ്രോയിഡ് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളിപ്പോൾ എൻ്റെ പ്രസംഗം നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബോധ മനസ്സുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ഇതെല്ലാം കേട്ടിട്ട് നാടകവും കണ്ട്, നൃത്തങ്ങൾ കണ്ട്, പാട്ടുകൾ കേട്ടിട്ട് മെല്ലെ നിദ്രയിലേക്ക് പോകും. ആ നിദ്രയെപ്പറ്റി ഗുരുവിൻ്റെ മൗനത്തോട് ചേർത്ത് ഞാൻ അവസാനം പറഞ്ഞ് നിർത്തും. അങ്ങനെ നിദ്രയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ബോധ മനസ്സ് മെല്ലെ ഒരു പൂവ് അതിൻ്റെ ഇതൾ അണയ്ക്കുന്നത് പോലെ, ഒരു പക്ഷി അതിൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നത് പോലെ അടയ്ക്കുകയും നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് മെല്ലെ മനസ്സിനെ ചായ്ച്ചിറക്കുകയും ചെയ്യും. ആ ഉപബോധ മനസ്സിന് അനുകൂലമായി ബോധപൂർവമായ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളെ അയവുള്ളതാക്കുന്ന പ്രക്രിയയാണ് നർമ്മം എന്ന് മേരി ഡഗ്ലസ് ഫ്രോയിഡിനെ പരിഷ്കരിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞു. ഗുരുവിൻ്റെ അതിപ്രസിദ്ധമായ ഒരു നർമ്മമുണ്ട്. മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ ജന്മദിനത്തിന്, ഷഷ്ടിപൂർത്തിക്ക് നാട് മുഴുവൻ വലിയ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും മഹാരാജാവിൻ്റെ അധികാരപരിധിയിൽ വരുന്ന അദ്വൈതാശ്രമത്തിലും ഷഷ്ടിപൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ നടത്താനുള്ള ഒരുക്കങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഗുരുവിൻ്റെ ശിഷ്യരും ഗുരുവിൻ്റെ പ്രിയപ്പെട്ടവരും, ചൈതന്യസ്വാമികളും രാമൻ ഗുരുക്കളും, ആർട്ടിസ്റ്റ് രാമനും അടക്കമുള്ള സംഘം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശ്രമത്തിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നിട്ട് ഗുരു അവരോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് പരിപാടികൾ? അവർ പറഞ്ഞു, ഒരുപാട് ആഘോഷങ്ങളുണ്ട്, സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്, പലഹാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ അണിയിച്ചു വച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയുമോ ഗുരു? മഹാരാജാവിൻ്റെ ഛായാപടം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഘോഷയാത്രയുമുണ്ട്. ഗുരു അല്പനേരം നിശബ്ദനായി നിന്ന ശേഷം ഒന്ന് മന്ദസ്മിതത്തോടുകൂടി ഒന്ന് പതിയെ ചിരിച്ചിട്ട് അവരോട് പറഞ്ഞു, ഓ, കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് രാജാവിനോട് ഇത്ര ഭക്തിയോ? എന്തിനാണ് ആനപ്പുറത്ത് അതിനെടുത്ത് വയ്ക്കുന്നത്? നാം ആ ചിത്രത്തെ എടുക്കാമല്ലോ. ഇത് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമൻ, ചൈതന്യ, ഗുരുക്കൾ, നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ തമ്പുരാനോട് ഒരു ഭീതിയും
ഭയവുമൊക്കെയുണ്ട്. പക്ഷേ ആ ഭയം കൊണ്ട് നിങ്ങൾ അജ്ഞതയുടെ കുഴിമാടത്തിലേക്ക് വീണ്ടു പോകരുത്. ആനപ്പുറത്ത് എടുത്തു വയ്ക്കുമ്പോൾ ആനയ്ക്കറിയില്ല മഹാരാജാവേത്, പാപ്പാനേത്, മനുഷ്യനേതെന്ന്. ആന അജ്ഞത കൊണ്ട് അതിനെ ചുമക്കുന്നു. ഗുരു ഈ പറഞ്ഞ നർമ്മത്തിനൊരു രാഷ്ട്രീയമുണ്ട്. തമ്പുരാന്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കാനുള്ളതല്ല. ഒരു തമ്പുരാന്റെയും മുന്നിൽ ഓച്ഛാനിക്കാനുള്ളതല്ല നമ്മുടെ സാമൂഹിക ജീവിതം എന്ന് പറയുന്ന ഈ നർമ്മം. ഗുരുവിൻ്റെ ദൈവദശകത്തിലെ ആ വരികൾ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തും. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു നമ്മളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ നമ്മൾക്കു തമ്പുരാൻ. ഈ നമുക്ക് തമ്പുരാൻ ഏതെങ്കിലും ഒരു മനുഷ്യകുലത്തിൽ ജനിച്ച് സിംഹാസനത്തിൻ്റെയും കിരീടത്തിൻ്റെയും ചെങ്കുലിൻ്റെയും പേരിൽ അധികാരിയായി തീർന്നവരല്ല. ഫ്യൂഡലിസത്തിൻ്റെ സകലമാന കെട്ടുപാടുകളും എടുത്തു വെച്ച് വറചട്ടിയിൽ എന്നതുപോലെ നമ്മളെ പൊരിക്കുന്നവരല്ല. അതുകൊണ്ട് ആ ഛായാപടത്തിന് മുന്നിൽ നട്ടെല്ലിനെ കുനിക്കാതെ ആനയെ സ്വതന്ത്രമാക്കുവിൻ, വേണമെങ്കിൽ നിങ്ങൾക്കു വേണ്ടി ഞാൻ ആ ഛായാപടത്തെ എൻ്റെ മുതുകിലേറ്റാം എന്ന് പറയുമ്പോൾ നടരാജഗുരു പറയുന്നത് പോലെ പീഡ അനുഭവിക്കണമെങ്കിൽ, സമൂഹത്തിൻ്റെ അജ്ഞതയുടെ പീഡ അനുഭവിക്കണമെങ്കിൽ, നിങ്ങളുടെ അജ്ഞതയെ മുഴുവൻ ശിരസ്സിൽ ഏറ്റെടുക്കണമെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ നിങ്ങൾ എന്തിന് ആ ആനയെ ബലിയാടാക്കുന്നു? ആ പീഡ നാം ഏറ്റെടുക്കാമല്ലോ എന്ന് പറയുന്ന നർമ്മത്തിൻ്റെ ഒരു യുക്തി ശ്രീനാരായണൻ്റെ ആ പ്രയോഗത്തിലുണ്ട്. ചിലപ്പോൾ ഇത് ശക്തമായ ഒരു കേൾവിയായി മാറുന്നത് ഗുരുവിൻ്റെ നർമ്മത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിതൊക്കെ പറയുന്നത് ഗുരുവിൻ്റെ നർമ്മം ചുമ്മാ ചിരിച്ചങ്ങ് കളയാനുള്ള സാധനമല്ല. അതെങ്ങനെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടു, അതെങ്ങനെ നമ്മളെ കർമ്മശേഷിയുള്ളവരാക്കി മാറ്റി, അതെങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ അനുരണനങ്ങളിൽ ഇടപെട്ടു എന്നതിൻ്റെ തരംഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓഡിറ്ററി സിഗ്നിഫയർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നർമ്മത്തിൻ്റെ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കും. തമാശകളിൽ, ഗൗരവമുള്ള തമാശകളിൽ അതിശക്തമായ കേൾവിയുടെ ഒരു സൂചനയുണ്ട്. നിങ്ങൾ കേൾക്കേണ്ടത് കേൾക്കുന്നുണ്ടോ എന്നതാണ് ആ ഓഡിറ്ററി സിഗ്നിഫയർ. ഒരിക്കൽ ചെങ്ങന്നൂരിൽ ദുർഘടമായ ഒരു പാതയിലൂടെ ഗുരു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ പരിവാരങ്ങളുണ്ട്, ശിഷ്യരുണ്ട്, ഗുരുവിനെ കാണാനെത്തിച്ചേർന്ന മഹാമനുഷ്യരിൽപ്പെട്ടവരുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെ മുകളിലൂടെ ഗുരു ഒരിക്കൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുരു ഒരു ധനികൻ്റെ വീട്ടിലേക്ക് പോകുന്നതറിഞ്ഞ് ഗുരുവിൻ്റെ അടുക്കൽ അപേക്ഷയുമായി എത്തിയ അതിദരിദ്രനായ ഒരു ക്രിസ്തുമത വിശ്വാസിയെപ്പറ്റി ഗുരുവരുളിൽ നാം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ചെറിയ വള്ളത്തിലിരുന്ന് ഗുരു സഞ്ചരിക്കുന്ന ആ യാനപാത്രത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന വാക്യം, കർത്താവേ, ഞാനിതാ നിന്നെ കണ്ടിരിക്കുന്നു. ബൈബിളിലെ യേശുവിനെ ഞാനിതാ എൻ്റെ കൺമുന്നിൽ കണ്ടിരിക്കുന്നു. ഗുരുവിനോട് അദ്ദേഹം ഓടി വന്ന് പറഞ്ഞത്, ഗുരുവേ, അങ്ങയെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്ങയെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കണ്ണിറയെ ഞാനിതാ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയോട് ഞാനൊരു അപേക്ഷ പറയട്ടെ. എൻ്റെ വീട് ചെറുതാണ് കേട്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ ദരിദ്രരാണ് കേട്ടോ, അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാനില്ല കേട്ടോ. അങ്ങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ വീട്ടിലേക്കാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിലേക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങയോടൊന്ന് അപേക്ഷിക്കട്ടെ, അങ്ങ് എൻ്റെ വീട്ടിലും ഒന്ന് വന്നു പോകുമോ? ഗുരു പറഞ്ഞത്, അതിനെന്താ, നാം അങ്ങയുടെ വീട്ടിൽ തന്നെ ആദ്യം വന്നിട്ടേ മറ്റൊരിടത്തേക്ക് പോകും. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരല്പനേരം തരണേ ഗുരു, അങ്ങ് വരുമ്പോൾ എനിക്ക് തടുക്കെടുത്തിടണം കേട്ടോ, എനിക്കതിന് മുകളിൽ ഒരു തുണി വിരിച്ചിടണം കേട്ടോ, എൻ്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് അങ്ങയെ സ്വീകരിക്കാനായി എൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തണം കേട്ടോ. ഗുരു പതിയെ പതിയെ ആ വീട്ടിലേക്ക് നടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ എടുത്ത്, തൻ്റെ സ്നേഹം മുഴുവൻ എടുത്തിട്ട് താൻ കർത്താവിനെ പോലെ കണ്ട ആ മഹാരൂപത്തിന് സ്വീകരണമൊരുക്കിയത് ഗുരുവരുളിലെ ആ ചിത്രത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ ഗുരു നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചു. തന്നെ സ്വീകരിക്കാനായി നിന്ന ആ മനുഷ്യൻ്റെ തലയിലേക്ക് തൊട്ടിട്ട് ഗുരു സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് കൂടെ നിന്ന ആളോട് പറഞ്ഞു, ഒരു വെള്ളി ഉറുപ്പിക എനിക്ക് പെട്ടെന്ന് തരൂ. എന്തിനാണ് ഗുരു? ഒരു ഉറുപ്പിക തരൂ. ആ ഉറുപ്പിക വാങ്ങി
കുഞ്ഞുങ്ങളിൽ ആദ്യത്തെ ആളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഗുരു പറഞ്ഞ കാര്യം, മക്കളെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ, പഠിച്ച് പഠിച്ച് വലുതാവണം കേട്ടോ, പഠിച്ച് പഠിച്ച് എത്രത്തോളം ഉയരത്തിലെത്താമോ അത്രത്തോളവും ഉയരത്തിൽ മക്കളെ നിങ്ങൾ എത്തണം കേട്ടോ. എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പണമുണ്ടാകുന്ന കാലത്ത് ഇപ്പോൾ ഞാൻ തന്ന ഈ തുക നിങ്ങൾ സമൂഹത്തിന് വേണ്ടി വിനിമയം ചെയ്യണം കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഓഡിറ്ററി സിഗ്നിഫയർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. ആ വീടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ സ്വീകരിക്കാനായി സ്നേഹത്തിൻ്റെ സകല സമുദ്രങ്ങളും തുറന്നു വെച്ച ആ ഗൃഹസ്ഥനെ ചേർത്ത് നിർത്തി ഗുരു പറയുകയുണ്ടായി, നമ്മളൊന്നാണ് കേട്ടോ, നമ്മളൊന്നാണ് കേട്ടോ, നമ്മൾ രണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ ആധാരശിലയായി കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ചെങ്ങന്നൂരിലൂടെ ഗുരു നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഗുരു ആ കെട്ടിടം എന്താണെന്നറിയും? അതൊരു പള്ളിക്കൂടമാണ്. അതിന് ഗുരു പറഞ്ഞ മറുപടി, ഓഹോ ഇവിടെയും സർക്കാരിന് അറിയുമോ എന്ന് പറഞ്ഞാൽ അത് സർക്കാർ പള്ളിക്കൂടമാണ്. ഈ വിദൂര സ്ഥലത്തെ സർക്കാരിന് അറിയുമോ? ഈ ജനങ്ങൾ ജീവിക്കുന്ന അതിഗ്രാമീണമായ ദരിദ്രമായ സ്ഥലത്തെ സർക്കാരിന് അറിയുമോ എന്ന ചോദ്യത്തിന് സർക്കാർ അറിയേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. അറിയാത്തത് നിങ്ങൾ അറിയുക തന്നെ വേണമെന്ന് കെട്ടുകല്യാണം നിർത്തിയ സന്ദർഭത്തിൽ ഗുരു പറയുകയുണ്ടായി. കരിങ്കുളത്തെ വഴിയിലൂടെ ഗുരു നടക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഗുരു ചോദിച്ചു. കെട്ടുകല്യാണമാണ് ഗുരു എന്നാരോ ഒരാൾ വലിയ ആമോദത്തോടെ പറഞ്ഞു. കെട്ടുകല്യാണമോ? എത്ര കാലമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ അനാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. ആദ്യത്തെ പ്രമാണി പറഞ്ഞു, ഞങ്ങൾ അവസാനിപ്പിച്ചു ഗുരു, ഇനി എൻ്റെ വീട്ടിൽ ഇതുപോലുള്ള ചടങ്ങുണ്ടാവുകയില്ല. ഉറുപ്പികകൾ ദുർവ്യയം ചെയ്ത് ഭക്ഷണമൊരുക്കി ദാരിദ്ര്യത്തിലേക്ക് സ്വയം അടിവെച്ച് പോകുന്ന ഇമ്മാതിരി അനാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് എത്ര വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഓഡിറ്ററി സിഗ്നിഫയർ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന മൂല്യം സർക്കാർ കേൾക്കുന്നുണ്ടോ? ഭരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ? അവൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വിദ്യാലയം വന്നത് എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഈ നവോത്ഥാന ബോധമാണ് നമുക്കിരിക്കാൻ കസേരകൾ തന്നത് എന്നതും നമുക്ക് ജീവിക്കാൻ അന്തസ്സ് തന്നത് എന്നതും അഭിമാനത്തോടു കൂടി ഈ ഘട്ടത്തിൽ വിളിച്ച് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, എമ്മാതിരി നർമ്മങ്ങളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. ആക്ഷേപിക്കുന്ന നർമ്മങ്ങൾ, പരിഹസിക്കുന്ന നർമ്മങ്ങൾ, തന്തയ്ക്ക് വിളിക്കുന്ന നർമ്മങ്ങൾ, അമ്മയെ വിളിക്കുന്ന നർമ്മങ്ങൾ, സാഹോദര്യത്തെ ലംഘിക്കുന്ന നർമ്മങ്ങൾ. വെറുതെ ടെലിവിഷൻ ഒന്ന് തുറന്നു നോക്കിയാൽ മതി, പ്രസംഗങ്ങൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി, അഭിപ്രായങ്ങൾ നോക്കിയാൽ മതി, ഫേസ്ബുക്ക് തുറന്നാൽ മതി. അതിനുള്ളിൽ നർമ്മങ്ങളുടെ രൂപത്തിൽ വരുന്ന, അന്തസ്സിനെ കെടുത്തുന്ന, സാഹോദര്യത്തെ കെടുത്തുന്ന, ജാതിഭേദവും മതദ്വേഷവും പ്രസരിപ്പിക്കുന്ന കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ രൂപകങ്ങളുടെ കാര്യത്തിലും ഉപമകളുടെ കാര്യത്തിലും അതിവിദഗ്ധമായ പാണ്ഡിത്യം കൈകാര്യം ചെയ്തിരുന്ന ഗുരു, അദ്ദേഹത്തിൻ്റെ കവിതകളെ ഉദാഹരിച്ചുകൊണ്ട് നമുക്കത് സ്ഥാപിക്കാൻ പറ്റും. നർമ്മം മെറ്റഫറിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാം, നർമ്മം സിമിലീസിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാം. ഒരു മനുഷ്യനെ ഒരു പൂച്ചയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെ നമുക്ക് അപഹസിക്കാം. ഒരു മനുഷ്യനെ കാക്കയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നിറം പറഞ്ഞ് ആക്ഷേപിക്കാം. മലയാളത്തിൽ എത്രയോ കവിതകൾ അങ്ങനെയുണ്ട്. ഒരാളെ ജാതി പറഞ്ഞുകൊണ്ട് രൂപകാലങ്കാരം ഉപയോഗിച്ച് ആക്ഷേപിക്കാം. പക്ഷേ രൂപകാലങ്കാര പ്രയോഗത്തിൽ വിദഗ്ധനായ മഹാഗുരു, ഉപമകൾ ഉപയോഗിക്കുന്നതിന് അതിവിദഗ്ധനായ മഹാഗുരു ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും പരിഹസിച്ചിട്ടില്ല തൻ്റെ നർമ്മത്തിലൂടെ എന്നത് ഗുരുവിൻ്റെ നർമ്മത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ശിരസ്സിനെ നിവർത്തി നിർത്തുന്ന അതിപ്രധാനമായ ഒരു പ്രയോഗമാണ്. ശ്രുതി മുതല തുരകം തൊടുത്തൊരാത്മപ്രതിമയെഴും കരണപ്രവീണനാളും രതിരഥമേറിയ ഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിടുന്ന ജസ്രം എന്ന് ആത്മോപദേശ ശതകത്തിൽ മെറ്റഫറിൻ്റെ രൂപകാലങ്കാരത്തിൻ്റെ അതിമനോഹരമായ ഒരു പ്രയോഗമാണ് ഈ ശ്ലോകം. ചെവി, കണ്ണ്,
മൂക്ക് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ ആത്മപ്രതിരൂപമുള്ള കരണപ്രവീണനായ നമ്മുടെ മനസ്സ് രതിരഥത്തിലേറി, ആഗ്രഹത്തിൻ്റെ രഥത്തിലേറി അഹന്ത മനോഹരമായ രൂപം തോറും അലങ്കരിച്ച് ബാഹ്യലോകത്ത് സഞ്ചരിക്കുന്നു എന്ന് മെറ്റഫറിനെ ഉപയോഗിച്ച ഗുരുവിൻ്റെ ഒരു നർമ്മത്തിലും നമുക്കൊരാളെയും പരിഹസിക്കുന്നതായി കാണാൻ പറ്റില്ല. പക്ഷേ ഗുരു പരിഹസിക്കുന്നത് നർമ്മത്തിന് ആധാരമായ സാമൂഹിക കർമ്മത്തെയാണെന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഗുരു ആലുവായിൽ വിശ്രമിക്കുമ്പോൾ 2 പേർ ഗുരുവിനെ കാണാൻ വന്നു. ഈ 2 പേർക്കും സാമാന്യം നല്ല നിലയിൽ കഷണ്ടിയുണ്ട്. അതിലൊരാൾ ക്രിസ്തുമത വിശ്വാസിയാണ്, മറ്റൊരാൾ ജാതി സമ്പ്രദായത്തിൽ തീയനാണ്. ഇവർ 2 പേരും തലശ്ശേരിക്കാരാണ്. എന്നിട്ട് ക്രിസ്തുമത വിശ്വാസിയായ ആൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ ക്രിസ്ത്യാനിയാണ് കേട്ടോ, ഇയാൾ തീയനാണ്. ഗുരു അത് കേട്ടിട്ട് ചിരിച്ചിരിക്കണം. പക്ഷെ ഗുരു അപ്പോൾ തന്നെ മറഞ്ഞ മറുപടി അതിഗംഭീരമാണ്. തീയനൊക്കെ എന്നേ പൊഴിഞ്ഞു പോയല്ലോ, പിന്നെ എങ്ങനെ തീയനാകും? ഇതെന്താണെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ മുതൽ. ഗുരു എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? തലയിൽ നോക്കിയായിരിക്കണം പറഞ്ഞത്. തീയനൊക്കെ എന്നേ പൊഴിഞ്ഞു പോയല്ലോ, പിന്നെങ്ങനെ ഇയാൾ തീയനാകുമെന്നാണ് ചോദ്യം. പക്ഷെ അതിനുള്ളിലെ മെറ്റഫോറിക് ആയിട്ടുള്ള ആ കുന്തം ആലോചിച്ചു നോക്കൂ. ഇത്രയൊക്കെ പൊഴിഞ്ഞിട്ടും ജാതിബോധം പൊഴിഞ്ഞു പോയിട്ടില്ല അല്ലേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആക്ഷേപിക്കലല്ല, അത് സാമൂഹിക മനഃശാസ്ത്രത്തിനകത്തേക്ക് ഇടിച്ചു കയറലാണ്. ഈ ഇടിച്ചു കയറലാണ് ശ്രീനാരായണന്റെ ധൈഷണികതയെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ പ്രതീകമാക്കി മാറ്റുന്ന കാര്യം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡ്നർ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. നമ്മൾ സാധാരണ പറയും ധൈഷണികത എന്നുള്ളത് ഒറ്റ അടരു മാത്രമുള്ളതാണ്, ഇന്റലിജൻസിന് ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദ ഫ്രെയിംസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഹൊവാർഡ് ഗാർഡ്നർ പറഞ്ഞതല്ല, ഇന്റലിജൻസിന് 7 അടരുകൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. 990 ശേഷം അദ്ദേഹം അതിനൊരു അടരും കൂടെ കൊടുത്തിട്ട് 8 അടരുകൾ അദ്ദേഹം നിർണ്ണയിക്കുകയുണ്ടായി. അതിലാദ്യത്തേത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ കുതിര ഭാഷയിൽ നാം എത്രമേൽ പ്രവീണരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ മുഖമാണ്. ഒരാൾ ഭാഷയിൽ എത്ര കണ്ട് ബലശാലിയായിരിക്കുന്നു. ഗുരുവിൻ്റെ ഭാഷാപ്രയോഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് രണ്ടാമത്തെ കുതിര. താർക്കികമായി കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ശ്രീനാരായണന്റെ പ്രതിഭ രണ്ടാമത്തെ ഇന്റലിജൻസിന്റെ കുതിരയാണ്. മൂന്നാമത്തേത് മ്യൂസിക്കൽ ഇന്റലിജൻസ്, സംഗീതാത്മകമായ ശരവേഗ പ്രവീണനായ സംഗീതത്തിന്റെ നാദമാധുരിമയുള്ള പ്രതിഭ. അപ്പൊ ചോദിക്കും, ഗുരു എപ്പോഴെങ്കിലും കച്ചേരി നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുരു ഏതെങ്കിലും ഒരു സംഗീത സദസ്സിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കൃഷ്ണയുടെ സംഗീത സദസ്സ് കേൾക്കുമ്പോൾ നമുക്കറിയാം ശ്രീനാരായണന്റെ കവനമാധുരി, കവിതയുടെ സംഗീതാത്മക ശക്തിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഗുരുവിൻ്റെ മ്യൂസിക്കൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആധികാരികമായി ഞാൻ ഉദാഹരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കേരളത്തിൻ്റെ സംഗീത ലോകത്തിലെ ചക്രവർത്തി എന്ന് പറയാൻ പറ്റുന്ന യേശുദാസിൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനമാണ്. അല്ലിയാമ്പൽ കടവിൽ നമുക്ക് തന്ന യേശുദാസ്, പാമരനായ പാട്ടുകാരനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ച യേശുദാസ് മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് കടന്നു വന്നത് ശ്രീനാരായണന്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ്. ആ കവിത മറ്റൊരു കവിതയുമല്ല, മലയാള ഭാഷ രൂപം കൊടുത്ത, ഇനി പ്രപഞ്ചം അവസാനിക്കുന്ന കാലത്തോളം മറ്റൊരു കവിതയില്ല ഈ മലയാളത്തിൽ നിന്ന് ഇതുപോലെ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട, അരികുപ്പുറത്ത് വെച്ചെഴുതിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന ആ സംഗീതാത്മകമായ കാവ്യത്തെ മലയാളിയുടെ മനസ്സിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ടാണ് യേശുദാസ് മലയാള ചലച്ചിത്ര ഗാനത്തിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ മ്യൂസിക്കൽ ഇൻ്റലിജൻസിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന അതിപ്രധാനമായ ഒരു പ്രതീകമായി അത് മാറുന്നു. ഗുരുവിൻ്റെ നർമ്മം എന്തിനെയാണ് ലക്ഷ്യം വെച്ചത്?
ഗുരു സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ നർമ്മം പറഞ്ഞത്? ഗുരുവിനെക്കുറിച്ച് കൊട്ടുകോയിക്കൽ വേലായുധൻ എഴുതിയ ജീവചരിത്രം വായിച്ചാൽ അതിൽ ഗുരുവിൻ്റെ ദിനചര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിരാവിലെ ഗുരു ഉണരും. പ്രഭാത കർമ്മത്തിനു വേണ്ടി ഗുരു ഒരുപാട് ദൂരെ പോകും. അദ്ദേഹം വിസർജിക്കാനായി പോകുന്ന കൂട്ടത്തിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഗുരു എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഇത്ര ദൂരെ പോകുന്നത്? ഇവിടെ അടുത്തെങ്ങാനും പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി, നാം ഇവിടെ പോയാൽ നാളെ മുതൽ അന്തേവാസികൾ മുറ്റത്ത് തന്നെ ഇരിക്കും, ആകയാൽ നമുക്ക് അത് പൊറുക്കാൻ പറ്റുന്നതല്ല എന്ന് ഗുരു പറഞ്ഞു. ഗുരു സംഭാഷണം നടത്തുമ്പോൾ വലിയ സദസ്സ് ഗുരുവിൻ്റെ മുന്നിൽ വന്നിരിക്കും. കൊട്ടുകോയിക്കൽ പറയുന്നത്, നടരാജഗുരു അടക്കമുള്ളവർ ഗുരു എന്തു പറഞ്ഞാലും അത് അവസാനം വരെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ഭക്ഷണപ്പുരയിൽ ചെന്നിരിക്കുമ്പോൾ തൻ്റെ തടുക്കിന് മുകളിൽ കയറിയിരിക്കുന്ന ഗുരു എല്ലാവർക്കും അന്നം കിട്ടിയോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കഴിക്കുന്നതിന് മുൻപ് ഇടവേളകളിൽ ഗുരു നർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ നർമ്മം ആരെയും പരിഹസിക്കലല്ല, സ്നേഹത്തിൻ്റെ അൻപിൻ്റെ വെളിപാടായി നമുക്കല്പം സന്തോഷിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞാലോ എന്ന് പറയുന്ന ഈ പ്രയോഗത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ ഗുണത്തിൽ ഞാൻ ശ്രദ്ധയൂന്നുന്നു. ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. ഈ ക്വാളിറ്റിയെ ഉന്നമിപ്പിച്ചുകൊണ്ട്, സ്വാത്മബോധമുണ്ടാക്കിക്കൊണ്ട്, ആത്മവിശ്വാസമുണ്ടാക്കിക്കൊണ്ട്, മറുപടി പറയേണ്ടപ്പോൾ മറുപടി പറയാനുള്ള ധൈര്യം നാവിന് കൊടുത്തുകൊണ്ട് നാം ക്വാളിറ്റി ഉള്ള മനുഷ്യ ജീവിതങ്ങളായി തീരണം എന്ന പ്രഖ്യാപനം ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ അടരായി നമുക്ക് അറിയാൻ പറ്റും. ആ ഗുരു ഈ കോലത്തുകരയിലിരിക്കുമ്പോൾ നടന്ന ഒരു കാര്യം വളരെ രസകരമാണ്. അത് പറയുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ പറഞ്ഞു തീർത്താൽ പോരാ. ഗുരു ഒരിക്കൽ കോലത്തുകരയിലെ ഈ മണ്ണിൽ എവിടെയോ വിശ്രമിക്കുകയാണ്. ഗുരു വിശ്രമിക്കുമ്പോൾ ഒരു മാസ്മരിക വിദ്യക്കാരൻ ഗുരുവിൻ്റെ മുന്നിൽ വന്നു. ഒരുപക്ഷെ ഈ നാട്ടിലെ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ കഥ കേട്ട് പരിചയമുണ്ടാവാം. ആ കേട്ട് പരിചയമുള്ളവർക്ക്, ടീച്ചറെ പോലെയുള്ളവർക്ക് പറയാൻ പറ്റും ഗുരു എവിടെയാണ് ഇരുന്നത്. ഗുരു തൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മാസ്മരിക വിദ്യക്കാരൻ വന്നിട്ട് ഗുരുവിൻ്റെ മുന്നിൽ പറഞ്ഞു, എനിക്ക് മാസ്മരിക വിദ്യ അറിയാം, ഹിപ്നോട്ടിസം ആയിരിക്കണം, എനിക്ക് ഹിപ്നോട്ടിസം അറിയാം. ഗുരു ചോദിച്ചു, എന്താ ഈ വിദ്യ? അത് ഈ വിദ്യ ഉപയോഗിച്ച് ഞാൻ ആരെയും ഉറക്കിയിട്ട് അവരെ കൊണ്ട് പഴയ കാര്യങ്ങൾ ഞാൻ പറയിപ്പിക്കും. അപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അല്ല, എനിക്ക് ഗുരുവിനെ ഒന്ന് ഉറക്കണം. എന്നിട്ട് ഈ പുള്ളി ഗുരുവിൻ്റെ മുന്നിൽ തൻ്റെ ഈ ഹിപ്നോട്ടിസം പ്രയോഗിക്കാൻ ആരംഭിച്ചു. ഇത് പറയുമ്പോൾ അത് കഴിഞ്ഞു നടന്ന കാര്യം പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ബൊഹുമിൽ ഹാബെൽ എന്ന് പറയുന്ന ഒരു ചെക്കോസ്ലോവാക്യൻ റൈറ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ നോവൽ, ആ നോവലിൽ രണ്ട് വൃദ്ധന്മാരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നോവലിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ക്ലോസ്ലി വാച്ച്ഡ് ട്രെയിൻസ്, അതിസൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന തീവണ്ടികളെന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവലിലെ പ്രൊട്ടഗോണിസ്റ്റായ കഥാപാത്രമായ ചെറുപ്പക്കാരൻ തൻ്റെ രണ്ട് അപ്പൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൂത്ത അപ്പൂപ്പൻ 1858 മറ്റോ ചെക്കോസ്ലോവാക്യൻ സർക്കാരിൻ്റെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തതായി അവിചാരിതമായി പങ്കെടുത്ത് പെൻഷൻ കിട്ടുന്ന ഒരാളാണ്. പുള്ളി എങ്ങനെ പെൻഷൻ കിട്ടുന്നു എന്ന് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പറയുന്നത്, ഇവിടെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊരു പാലം പണി നടന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാനും പാലം പണിക്ക് വന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പേരെഴുതിയെടുത്തിട്ട് പോയിട്ട് എനിക്കതിൻ്റെ പെൻഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ നായകൻ ഈ അപ്പൂപ്പനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമാണ്. എൻ്റെ അപ്പൂപ്പനെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് വയ്യായിരുന്നു. അപ്പൻ ആ കഥ പറയും. പെൻഷൻ കിട്ടുന്ന പണം കൊണ്ട് കുടിച്ച് കൂത്താടി തെരുവിലിരുന്ന് നാട്ടുകാരെ തെറി വിളിക്കണതാണ് അപ്പൂപ്പൻ്റെ ജോലി. പക്ഷെ ഒരു ദിവസം നാട്ടുകാർ ആ തെറിവിളി അവസാനിപ്പിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ അപ്പൂപ്പൻ രണ്ട് ചെറുപ്പക്കാരെ തെറി വിളിച്ചപ്പോൾ ചെറുപ്പക്കാർ അപ്പൂപ്പനെ തൂക്കിയെടുത്ത് അടിച്ചു കൊന്നു. അപ്പൂപ്പൻ അവസാനിച്ചു. ഇത് ദുഃഖകരമായ ഒരു തമാശയാണെങ്കിലും രണ്ടാമത്തൊരപ്പൂപ്പനെ കുറിച്ച് ഹാബേലിൻ്റെ ഈ കഥാപാത്രം പറയാം. ആ അപ്പൂപ്പൻ അതിവിദഗ്ധനാണ്. പുള്ളിക്കാരന് സർക്കസിൽ ഹിപ്നോട്ടിസമായിരുന്നു ജോലി.
ഇന്ത്യൻ സർക്കസിൽ ഹിപ്നോട്ടിസം ഇല്ല, ചെക്കോസ്ലോവാക്കിയൻ സർക്കസിൽ ഹിപ്നോട്ടിസം ഉണ്ട്. മൃഗങ്ങളെ മയക്കി കാണികളെ സന്തോഷിപ്പിക്കും, കാഴ്ചക്കാരെ മയക്കി കാണികളെ സന്തോഷിപ്പിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഗുരുവിനെ മയക്കാൻ വന്നിരിക്കുന്നത്. ഈ നോവലിൽ പറയുന്ന അപ്പൂപ്പൻ പക്ഷേ ഹിപ്നോട്ടിസം നടത്തി സർക്കസിൽ നിന്ന് പെൻഷൻ പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന കാലത്താണ് 939 ലോകം കണ്ട ഏറ്റവും വലിയ നരാധമനായ മനുഷ്യൻ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരമേറ്റെടുക്കുന്നത്. ആ ജർമ്മനി ചെക്കോസ്ലോവാക്കിയെ പിടിച്ചെടുക്കാൻ വേണ്ടി സൈന്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഈ അപ്പൂപ്പനോട് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു, അറിഞ്ഞില്ലേ, ചെക്കോസ്ലോവാക്കിയെ പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടുന്ന സമ്പാദ്യവും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഓടും. അപ്പോൾ ആ അപ്പൂപ്പൻ പറഞ്ഞത്, എന്തിനോടണം, നിങ്ങൾക്ക് പേടി കാണും, ഹിറ്റ്ലറല്ല അവൻ്റെ അപ്പൂപ്പൻ വന്നാലും അവരെ മയക്കാൻ പറ്റുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആരാ മോൻ. അവർ പറഞ്ഞു, അണ്ണാ രക്ഷ വേണമെങ്കിൽ ഓടിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഈ നാസികൾ, വരട്ടടാ, അവർ വരട്ടെ. ഈ രക്ഷപ്പെടേണ്ടവർ അവിടെ നിന്ന് വീടും വിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ തൻ്റെ കസേരയിൽ കാലും കയറ്റി അങ്ങനെ ഇരിക്കുകയാണ്. പാടാ. സൈന്യം കടന്നു വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ടാങ്കറൊക്കെ ഉണ്ട്. അപ്പൂപ്പൻ മുമ്പിൽ കയറി വന്നിട്ട് പറഞ്ഞു, നിൽക്കവിടെ, ഇനി ഒരടി നിങ്ങൾ അനങ്ങിയാൽ ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് തകർത്തുകളാം. ആ സൈന്യം അവിടെ നിന്നു. കാരണം അവരുടെ ഒരു പടയോട്ടത്തിനിടയിലും ഇതുപോലൊരു ജീവിയെ കണ്ടിട്ടില്ല. കൈ ഉയർത്തി നിൽക്കവിടെ, ഹിപ്നോട്ടൈസ് ചെയ്യുമെന്ന് പറയുന്ന ഒരു ജീവിയെ, ഒരു മണ്ടനെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അപ്പൂപ്പൻ വിചാരിച്ച എന്താണെന്നറിയാമോ, തൻ്റെ ആ ശക്തി കൊണ്ട്, ഹിപ്നോട്ടിസത്തിൻ്റെ ശക്തി കൊണ്ട് ഈ സൈന്യം അവിടെ നിന്നു എന്നാണ്. അപ്പൂപ്പൻ കണ്ണൊക്കെ അടച്ച് തൻ്റെ കൈമുറുക്കി അടുത്ത മന്ത്രം പറയുന്നതിന് മുൻപ് തന്നെ ഈ ചെക്കോസ്ലോവാക്കിയെ പിടിച്ചെടുക്കാൻ വന്ന നാസി സൈന്യം അവരുടെ വലിയ ടാങ്കറുകളുമായി അപ്പൂപ്പൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് പറയുമ്പോൾ ബൊഹുമിൽ ഹാബൽ ആ നോവലിൽ ചിരിക്കുന്നത് നമുക്ക് കാണാം. ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയുമോ, ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഈ കോലത്തുകര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പരീക്ഷിക്കാൻ വന്ന ആ ഹിപ്നോട്ടിസത്തിൻ്റെ ആചാര്യൻ. ഇയാൾ ഗുരുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൈയൊക്കെ കറക്കി ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞു. സാധാരണ അയാൾ മന്ത്രം പറഞ്ഞാൽ ആൾ ഉറങ്ങണം, പക്ഷെ ഗുരു ഉറങ്ങുന്നില്ല. ഒരു തവണ മന്ത്രം പറഞ്ഞു കഴിഞ്ഞ് ഗുരു ചോദിച്ചു, എന്താ ഉറക്കുന്നില്ലേ? അല്ല, ഞാൻ അടുത്ത തവണ മന്ത്രം പറഞ്ഞ് ഉറക്കും. അടുത്ത തവണ മന്ത്രം പറഞ്ഞിട്ടും ഗുരു ഉറങ്ങുന്നില്ല. മൂന്നാമത്തെ തവണ മന്ത്രം പറഞ്ഞിട്ടും ഗുരു ഉറങ്ങുന്നില്ല. ഇയാൾ മന്ത്രം പറഞ്ഞ് തളർന്ന് അടുത്ത് കണ്ട കസേരയിലേക്ക് വീണ് ബോധം കെട്ടിരിപ്പായി. ഗുരു ഒരല്പം വെള്ളമെടുക്കാൻ പറഞ്ഞിട്ട് എടുത്ത് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് തളിച്ചു കൊടുത്തു. ഈ നർമ്മം ഇത്ര മാത്രമേ ഉള്ളൂ, പക്ഷെ എൻ്റെ വർത്തമാനം ഇവിടം കൊണ്ട് തീരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബൊഹുമിൽ ഹാബേലിൻ്റെ നോവലിലെ അപ്പൂപ്പന്മാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഒരു ധാരണയുമില്ലാതെ വരട്ടെ, ഞാനതിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്ന സാംസ്കാരികമായി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടന്നു പോകുന്ന മനുഷ്യർ, അവരെയാണ് ഗുരു തിരുത്തിയത്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ പുസ്തകം കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അത് ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ആന്ത്രോപോളജിസ്റ്റുകളിൽ ഒരാളായ, ചരിത്ര പണ്ഡിതരിൽ ഒരാളായ പ്രൊഫസർ എ അയ്യപ്പൻ എഴുതിയ ദ പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന പുസ്തകമാണ്. ഈ പ്രൊഫസർ എ അയ്യപ്പൻ്റെ മറ്റൊരു പുസ്തകം കൂടി ഞാൻ പറയേണ്ടതുണ്ട്, ദ സോഷ്യൽ ചേഞ്ച് ഇൻ എ കേരള വില്ലേജ്, ഒരു കേരളീയ ഗ്രാമത്തിലെ സാമൂഹിക മാറ്റം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, അതിൻ്റെ ഒരധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പഠനത്തിനെടുത്തിരിക്കുന്ന ഈ മാതൃകാ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക മാറ്റത്തിന് കാരണമായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം ശ്രീനാരായണ ഗുരുവാണ്. അപ്പറഞ്ഞ എ അയ്യപ്പൻ്റെ പേഴ്സണാലിറ്റി ഓഫ് കേരളയിൽ ആ കൃതിയുടെ എഴുത്തിന് കാരണമായി തീരുന്ന ഫിലോസഫി അവതരിപ്പിക്കുമ്പോൾ അയ്യപ്പൻ പറയുന്ന ഒരു കാര്യം, മാർഗരറ്റ് മീഡ് എന്ന ഒരു സാമൂഹിക ശാസ്ത്രജ്ഞയുണ്ട്.
ആ സാമൂഹിക ശാസ്ത്രജ്ഞ ഏത് സമൂഹത്തെ അടയാളപ്പെടുത്താനും 3 വാക്കുകൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് ദ പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, രണ്ടാമത്തേത് കോൺഫിഗറേറ്റീവ് സൊസൈറ്റി, മൂന്നാമത്തേത് പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി. പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അപ്പൂപ്പന്മാർ പറയും, ചെറുപ്പക്കാർ കേട്ടോളണം, മാറ്റം സാധ്യമല്ല. അപ്പൂപ്പ പഠിക്കണ്ടെന്ന് ചോദിച്ചാൽ പഠിക്കണ്ട, അപ്പൂപ്പ തിന്നണ്ടെന്ന് ചോദിച്ചാൽ തിന്നണ്ട. അതെന്താ അപ്പൂപ്പ തിന്നാലെന്ന് ചോദിച്ചാൽ ഞാനും തിന്നിട്ടില്ല, അതുകൊണ്ട് നീയും തിന്നണ്ട എന്ന് പറയും. നമുക്കൊരു പള്ളിക്കൂടം കെട്ടണ്ടേ എന്ന് ചോദിച്ചാൽ കെട്ടണ്ട, തുണി ഉടുക്കണ്ടേ ഉടുക്കണ്ട, പാഠപുസ്തകം എഴുതണ്ട, കവിത വായിക്കണ്ട. പിന്നെയോ സമൂഹം ആയിരക്കണക്കിന് വർഷങ്ങളായി എങ്ങനെയോ അതുപോലെ തന്നെ തുടർന്നു പോകുമെന്ന് പോസ്റ്റ് ഫിഗറേറ്റീവിലെ മനുഷ്യർ ചിന്തിക്കും, പറയും. പക്ഷേ പ്രീ ഫിഗറേറ്റീവ് അങ്ങനല്ല. അത് മാറാത്തതിനെ മാറ്റും. കെട്ടുകല്യാണ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, പള്ളിക്കൂടമില്ലാത്ത കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി, വൃത്തിയില്ലാത്തവരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ഈ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ജാതിഭ്രാന്തിന്റെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. നരബലിയുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ക്ഷേത്രപ്രവേശനമില്ലാത്ത മനുഷ്യരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. വിദ്യാഭ്യാസമില്ലാത്തവരുടെ കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. MBBS നേടിയിട്ടും സർക്കാർ സർവീസിൽ ഡോക്ടറാവാൻ കഴിയാത്ത ഡോക്ടർ പൽപ്പുവിനെ ഓടിച്ചുവിട്ട കേരളം പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയെ തിരുത്തി ശ്രീനാരായണൻ അടക്കമുള്ള മഹാപ്രതിഭകൾ. എന്നിട്ട് ഈ കേരളത്തെ ഒരു പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയാക്കി മാറ്റുകയുണ്ടായി. ആ പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയിൽ ജനിച്ചതുകൊണ്ടാണ് പ്രൊഫസർ A. അയ്യപ്പൻ എന്ന് പറയുന്ന എനിക്ക് അയ്യപ്പനായി തീരാൻ കഴിഞ്ഞത് എന്ന് പേഴ്സണാലിറ്റി ഓഫ് കേരളയിൽ അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞത് ഗുരുവിനെ മയക്കിയ മാസ്മരിക വിദ്യക്കാർ നമ്മുടെ നാടിനെ വീണ്ടും പോസ്റ്റ് ഫിഗറേറ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിശ്രമങ്ങൾക്കെതിരെയുള്ള യുക്തിബോധത്തിന്റെ, താർക്കിക വിദ്യയുടെ, ധൈഷണികതയുടെ ഒരു വലിയ കവചമായി ഗുരുവിന്റെ വാക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അനുദ്വേജകഥാ സത്യ സ്വാധ്യായ ഹിതകീർത്തനൈ സൗഷ്ഠവ പ്രിയതാഭ്യാം ച നിയമം നിയതം വാഗ് വിശുദ്ധ്യതി എന്ന് ഗുരു തൻ്റെ ധർമ്മത്തിൽ വാക്ശുദ്ധിയെക്കുറിച്ച് പറയും. വാക്ക് എങ്ങനെ പ്രയോഗിക്കണം, അന്യർക്ക് മടുപ്പുണ്ടാക്കാതിരിക്കുന്നതും സത്യസന്ധവും ഹിതവും ശ്രേഷ്ഠവും സ്തുത്യവുമായ വാക്കുകൾ എല്ലായ്പ്പോഴും ശുദ്ധമായിരിക്കണം. ആകയാൽ ഗുരു പ്രിയങ്കരമായ പ്രതിഭയുടെ ചരിത്രത്തെ ആവഹിക്കുന്നവനെന്ന് ഗുരുവിൻ്റെ നർമ്മത്തെ പഠിച്ചുകൊണ്ട് അഗേഹാനന്ദ ഭാരതി എഴുതിയ ലേഖനം നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അഗേഹാനന്ദ ഭാരതി ഒരിക്കൽ ഗുരുവിൻ്റെ നർമ്മത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഗുരുവിന് ഇങ്ങനെ നർമ്മം പറയാൻ പറ്റുന്നു? ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ ഇന്ധനമേത്? എവിടെ നിന്നാണ് ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ ഈ ഉറവ? ഇതെവിടെ നിന്ന് ഈ നർമ്മം വരുന്നു? അഗേഹാനന്ദ ഭാരതി പറഞ്ഞ മറുപടി, ഗുരു മറ്റ് സന്യാസിമാർക്കൊന്നുമില്ലാത്ത, അതല്ലെങ്കിൽ അപൂർവം സന്യാസിമാർക്ക് മാത്രമുള്ള സഹിഷ്ണുത എന്ന ഗുണത്തിൻ്റെ ഒരു വലിയ ഉറവയാകയാൽ ആ സഹിഷ്ണുതയിൽ നിന്ന് ഗുരുവിൻ്റെ നർമ്മം പുറത്തു വരുന്നുവെന്ന് അഗേഹാനന്ദ ഭാരതി പഠിച്ചിട്ടുണ്ട്. ആ മാറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സഹിഷ്ണുതയാണ് ഗുരുവിൻ്റെ ലോജിക്കൽ ഇൻ്റലിജൻസിൻ്റെ ബേസ്. ഒരിക്കൽ ഗുരുവിൻ്റെ അടുക്കൽ കുറച്ച് വൃദ്ധ ജനങ്ങൾ വന്നിട്ട് പരാതി പറഞ്ഞു, ഗുരു, യുവാക്കൾ തന്നെത്താൻ മുഖക്ഷൗരം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അവർ സ്വയം മുഖക്ഷൗരം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് പ്രാചീനനായ ഒരു കാർന്നോ വല്ലാതെ വിഷമിച്ച് ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, സ്വാമി, ഇവരൊക്കെ ഇങ്ങനെ തന്നെത്താനെ ക്ഷൗരം ചെയ്യുന്നത് നിഷിദ്ധമല്ലേ? അപ്പൊ ഗുരു അതിന് പറഞ്ഞ മറുപടി, ഈ യുവാക്കൾ തന്നെത്താൻ ക്ഷൗരം ചെയ്യുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണല്ലേ? അവർ തന്നെത്താൻ ശൗചം ചെയ്യുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമല്ലേ? ഇതാണ് പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയുടെ ബോധം. അപ്പോൾ ഇവർ ക്ഷൗരം ചെയ്യരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാഹളത്തിന്റെ ശക്തി ഇങ്ങനെയാണ് ഗുരുവിൽ നിന്ന് പ്രവർത്തിക്കുന്നത്.
മണിച്ചിത്രത്താഴ് എന്ന സിനിമയെപ്പറ്റി ഞാൻ പറയാറുണ്ടായിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് ആസ്പദമായ കഥ നടന്നത് ആലുംമൂട്ടിൽ ചാന്നാരുടെ മേടയിലാണ്. കാർത്തികപ്പള്ളി താലൂക്കിലെ ആലുംമൂട്ടിൽ ചാന്നാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തിരുവിതാംകൂർ മുഴുവൻ വിലയ്ക്കു വാങ്ങാൻ സമ്പാദ്യമുണ്ടായിരുന്ന ഒരു മഹാധനികൻ. തിരുവിതാംകൂറിൽ ആദ്യമായി കാറ് സ്വന്തമാക്കിയവരിൽ ഒരാൾ. പക്ഷെ ആ കാറിൽ കയറിയിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകാൻ ആലുംമൂട്ടിൽ ചാന്നാർക്ക് കഴിയില്ല. ചാന്നാരുടെ ഡ്രൈവർ വണ്ടിയും ഓടിച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലെ റോഡിലൂടെ പോകും. ചാന്നാര് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കിലോമീറ്റർ അപ്പുറത്തൂടെ നടന്ന് ക്ഷേത്രം ചുറ്റിയിട്ട് തിരിച്ച് തനിക്ക് എത്തേണ്ട സ്ഥലത്തെത്തും. ആ ആലുംമൂട്ടിൽ ചാന്നാരെന്ന സമ്പന്നന്റെ മണിമേടയിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു കഥ ആ ചാന്നാരുടെ കുടുംബത്തിൽപ്പെട്ട മധുമുട്ടം പിൽക്കാലത്തെഴുതി കഥയാക്കി നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. പക്ഷെ ആ മണിച്ചിത്രത്താഴിന് ഈ പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. ആ മണിച്ചിത്രത്താഴ് മുഴുത്ത വട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നകുലനോട് ഡോക്ടർ സണ്ണി പറയും, നകുല, നീ വട്ട് കണ്ടിട്ടുണ്ടോ? നീ മാടമ്പള്ളിയിലെ ഭ്രാന്ത് ആർക്കാണെന്ന് കണ്ടിട്ടുണ്ടോ? മാടമ്പള്ളിയിലെ ഭ്രാന്ത് ആർക്കാണെന്ന് നിനക്ക് കാണണം. ആ ഭ്രാന്ത് ആർക്കാണെന്ന് ഡോക്ടർ സണ്ണി നകുലനെ കാട്ടിക്കൊടുത്തു. അത് ഗംഗയ്ക്കാണ് ഭ്രാന്തെന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ നകുലൻ വല്ലാതെ തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ചല്ല. ഈ ഗംഗയ്ക്ക് മാടമ്പള്ളിയിലെ ഭ്രാന്ത് പുറത്തു കൊണ്ടുവന്നതിൻ്റെ കാരണമെന്ത് എന്ന് ഡോക്ടർ സണ്ണി ആ സിനിമയിൽ അന്വേഷിക്കുന്നുണ്ട്. അല്ലിയുടെ സൈക്കിൾ എടുത്ത് 70 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക് ചെന്ന് ഈ ഗംഗയുടെ കുട്ടിക്കാലത്തെ മനസ്സിലാക്കി അവൾക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്ന് ഡോക്ടർ സണ്ണി കണ്ടുപിടിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് കുട്ടിക്കാലത്ത് കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന അച്ഛനും അമ്മയും മുത്തശ്ശിയുടെ അടുത്ത് ഗംഗയെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് കൽക്കട്ടയിലേക്ക് പറന്നുപോയി. മുത്തശ്ശിക്ക് മുമ്പിലിരുന്ന് കെട്ടുകഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങളിൽ തലകുരുങ്ങി കള്ളക്കഥകൾ കേട്ട് കുട്ടിക്കാലം ചെലവിട്ട ഗംഗ എപ്പോഴോ ഭ്രാന്തിന് അടിമപ്പെട്ടു പോയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മാടമ്പള്ളിയിലെ ഭ്രാന്തിനും കാരണമെന്ന് ഡോക്ടർ സണ്ണി കണ്ടുപിടിക്കുന്നു. ഇതാണ് പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മളെ തിരിച്ചു നടത്തുന്ന പ്രക്രിയയുടെ ഒരു ഉദാഹരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കേരളത്തിൽ ഇപ്പോഴും ഈ മന്ത്രവാദക്കളങ്ങൾ, ഈ ആഭിചാരങ്ങൾ, ഈ കെട്ടുകഥകൾ, ഗുരു വലിച്ചെറിഞ്ഞു കളഞ്ഞ കാര്യങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സന്ദർഭത്തിൽ ഗുരുവിൻ്റെ നർമ്മം നമ്മളെ തിരിച്ച് പിടിക്കുകയാണ്. ഈ അമ്പലപ്പുഴ താലൂക്കിൽ ഒരു സർപ്പപ്പാട്ട് നടക്കുന്നിടത്തേക്ക് ഗുരു ചെല്ലുന്നു. സർപ്പപ്പാട്ടിൻ്റെ ഇടയിൽ പൂക്കുലകൾ വാരി എറിഞ്ഞ് വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരിക്കുന്നു. 1000 പൂക്കുലകൾ, 1000-ഓളം കരിക്കുകൾ വെട്ടിവെച്ചിരിക്കുന്നു. ഗുരു തുള്ളുന്നയാളുടെ അടുത്ത് നിൽക്കുന്ന ഭക്തനോട് ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ കായ്ക്കുന്ന പൂക്കളെ വെട്ടിയെടുത്തിട്ട് ഓരോന്നോരോന്നായി ഈ വെളിച്ചപ്പാടിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു? അത് ഗുരു താഴെ വീണുപോയ പൂക്കുല അയാൾ എടുക്കുകയില്ല. ഗുരു ഭക്തനോട് മറുപടി പറഞ്ഞത്, അത് നമുക്കൊന്ന് കാണണമല്ലോ, താഴെ വീണ പൂക്കുല എടുത്ത് കൊടുത്തു നോക്കൂ, അയാൾ തുള്ളുമോ എന്ന് ഞാനൊന്ന് കാണട്ടെ. പൂക്കുല എടുത്ത് കൊടുക്കുന്നു. ആ തുള്ളുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ പൂക്കുലകൾ വെട്ടിയെറിഞ്ഞ് ദൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല. കരിക്കിൻ വെള്ളം ഒഴിച്ചാലേ തല തണുക്കൂ എന്നുമില്ല. രാമച്ചം കലക്കിയ വെള്ളം തലയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവുമെന്ന് ഗുരു പറഞ്ഞിട്ട് മെല്ലെ നടന്നു പോകും. നോക്കൂ, ഈ പോസ്റ്റ് ഫിഗറേറ്റീവിനെ ഗുരു തിരുത്തുകയാണ്. മാറാത്തതിനെ ഗുരു മാറ്റുകയാണ്. മാറ്റത്തിന് നർമ്മത്തിൻ്റെ ശാസ്ത്രത്തെ ഗുരു സാമൂഹിക ജീവിതത്തിൽ ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ ഗുരുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു എന്ന് നർമ്മത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഗുരു അരുവിപ്പുറത്ത് താമസിക്കുന്ന കാലത്ത് ഒരു കാഷായ വസ്ത്രധാരിയായ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഹിന്ദുസ്ഥാനി ദേശത്തുള്ള ഗുരുക്കന്മാരും ശിഷ്യന്മാരുമൊക്കെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. നമുക്കും അങ്ങനെ ആയാലെന്താ? ഇതിപ്പോൾ ഇവിടെ ഗുരു കഴിക്കുന്നു, ശിഷ്യർ മറ്റെപ്പോഴെങ്കിലും ഒന്ന് കഴിക്കുന്നു.
അപ്പൊ ഗുരു പറഞ്ഞത് ആവാം, അതിനെന്താ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. പിറ്റേന്ന് ഗുരു കൊടിതൂക്കി മലയിലായിരിക്കണം. ധ്യാനത്തിന് പോയ സന്ദർഭത്തിൽ ഉച്ചനേരത്ത് ഭക്ഷണം കഴിക്കാൻ ഗുരുവിന് എത്താൻ കഴിയുന്നില്ല. ഗുരു ധ്യാനമൊക്കെ കഴിഞ്ഞ് ഒരല്പം വൈകി തിരിച്ചു വരുന്ന നേരത്ത് ഭക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഗുരു ശിഷ്യരോട് പറഞ്ഞത് ആവാം, നമുക്കിനി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞത്, ഞങ്ങളൊക്കെ എപ്പോഴോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗുരു. അതിന് ഗുരു പറഞ്ഞ മറുപടിയാണ്, ഗുരുവിനെ മാത്രം പരീക്ഷിച്ചാൽ പോരാ, ശിഷ്യനെയും പരീക്ഷിക്കണം എന്ന നർമ്മം. ആ നർമ്മത്തിൻ്റെ മഹാഗുരു നമ്മുടെ കാലത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുന്നു. ഗാബോർ മെറ്റെ എഴുതിയ ഒരു പ്രസിദ്ധമായ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ദ മിത്ത് ഓഫ് നോർമൽ എന്ന പുസ്തകം. ഗാബോർ മെറ്റെ ഒരു ലോകപ്രശസ്തനായ ഭിഷഗ്വരനും മനഃശാസ്ത്ര വിദഗ്ധനും ന്യൂറോ സയന്റിസ്റ്റുമാണ്. ഗാബോർ മെറ്റയുടെ ദ മിത്ത് ഓഫ് നോർമലിലെ 19-ാമത്തെ അധ്യായം, ഫ്രം സൊസൈറ്റി ടു സെൽ, അൺസർട്ടനിറ്റി, കോൺഫ്ലിക്റ്റ് ആൻഡ് ലോസ് ഓഫ് കൺട്രോൾ എന്ന 19-ാമത്തെ അധ്യായം ഞാനീ പറഞ്ഞു വെച്ച കാര്യത്തിൻ്റെ അടിക്കുറിപ്പായി തീരാൻ ശക്തിയുള്ള ഒരു വാക്യമാണ്. മനുഷ്യർ ഒരാത്മീയ ജീവി മാത്രമല്ല, മനുഷ്യർ കേവലമായ ഒരു സാംസ്കാരിക ജീവി മാത്രമല്ല, മനുഷ്യർ ഒരു സാമൂഹിക ജീവി മാത്രമല്ല, മറിച്ച് മനുഷ്യർ ഒരു ബയോ സൈക്കോ സൊസൈറ്റൽ ബീയിങ് ആണ് എന്ന് ഗാബോർ മെറ്റെ പറയും. അതുകൂടി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ മൗനത്തെക്കുറിച്ച് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ പ്രയോഗത്തിൻ്റെ അർത്ഥം, നാം സംസ്കാരം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലെ HPA ആക്സിസ് എന്ന ഒരു ആക്സിസിനെ പറ്റി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ ഇക്വിലിബ്രിയത്തിന് ഒരല്പം ഒരു വ്യതിചലനമുണ്ടായാൽ അത് നമ്മുടെ സാമൂഹിക ജീവിതത്തെ തകർക്കും. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി തകർക്കപ്പെട്ടാൽ, അതിൻ്റെ ഇക്വിലിബ്രിയം, അതിൻ്റെ സമതുലിതാവസ്ഥ തകർന്നു പോയാൽ നമ്മുടെ മനസമാധാനം തകരും. നമ്മുടെ അഡ്രീനൽ, അതിൻ്റെ ഇക്വിലിബ്രിയം തകർന്നു പോയാൽ നമ്മുടെ മനസമാധാനം തകരും. പണ്ട് കേരള സർവകലാശാലയുടെ കുമാരനാശാൻ സ്മാരക പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ മഹാനായ വൈലോപ്പിള്ളി ആ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം, കവിത കേവലമായ മാനസിക സമാധാനം മാത്രമാണ് തരുന്നത് എന്ന ധാരണ തെറ്റാണ്. അത് മനസ്സന്തോഷം മാത്രമല്ല തരുന്നത്, അത് ശാരീരിക സമാധാനവും കവിത തരുന്നുണ്ട്. കവിത ഏതൊരു മനുഷ്യൻ്റെയും അന്തസ്രാവ ഗ്രന്ഥിക്ക് സമാധാനം കൊടുക്കുന്നുണ്ട്. ആകയാൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ, നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം തരുന്ന കാര്യത്തിൽ നമ്മുടെ ഈ പറയുന്ന HPA ആക്സിസിൻ്റെ ഇക്വിലിബ്രിയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവിൻ്റെ നർമ്മം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ, നിങ്ങൾ അൺസർട്ടൈൻ ആണെങ്കിൽ, നിങ്ങളുള്ളിൽ വിദ്വേഷമുള്ളവരാണെങ്കിൽ, നിങ്ങൾ മഹാരോഗികളായിത്തീരും. നിങ്ങളുടെ ഭ്രാന്ത് ശമിക്കുകയില്ല എന്ന പ്രഖ്യാപനം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന എന്ന വാക്യത്തിലുണ്ട്. എന്തുകൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമായിരിക്കുന്നു? എന്തുകൊണ്ട് കേരളം പരസ്പരം തമ്മിൽ തല്ലുന്നവരുടെയും തമ്മിൽ തൊടാത്തവരുടെയും അയിത്തമാചരിക്കുന്നവരുടെയും ശുദ്ധിയില്ലാത്തവരുടെയും ഒരു നാടായി തീർന്നിരിക്കുന്നു? അതിനുള്ള ഔഷധമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന പ്രക്രിയ. ആ പ്രക്രിയ നമ്മുടെ HPA ആക്സിസിനെ, നമ്മുടെ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസിൻ്റെ ബാലൻസായി തീർന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനത്തിൻ്റെ ഒരു വലിയ ഐശ്വര്യം നമ്മൾ അനുഭവിക്കുകയുണ്ടാകും. ഈ സമാധാനത്തിൻ്റെ
ഐശ്വര്യത്തിന് കാരണഭൂതനായിരുന്ന ഗുരുവിന് ഈ ബലമത്രയും കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മൗനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രമേൽ സംഘർഷമുണ്ടായാലും ആ സംഘർഷങ്ങൾക്ക് മുന്നിൽ മൗനിയായിരിക്കാൻ ഗുരുവിന് കഴിയുമായിരുന്നു. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് കുമാരനാശാൻ ചോദിച്ചു, ഗുരു, അങ്ങ് എത്ര കാലം മരുത്വാമലയിലിരുന്നു? നാം ഒരുപാട് കാലമിരുന്നു. അങ്ങേക്ക് അവിടെ നിന്ന് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചു. നമുക്ക് അവിടെ നിന്ന് ആത്മസമാധാനം ലഭിച്ചു. അങ്ങ് ആ മല വിട്ട് പോന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഗുരു പറഞ്ഞ കാര്യം, നാം അവിടെ സമാധാനത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. പക്ഷേ നാം അവിടം വിട്ട് പോരുമ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. വല്ലാത്ത സങ്കടമുണ്ട് ആ അനുഭവത്തിൽ എനിക്ക് എന്ന് ഗുരു പറഞ്ഞു. ആ 2 സുഹൃത്തുക്കൾ ഒരു പാമ്പും പുലിയുമാണെന്ന് ഗുരുവിൻ്റെ കവിതയിലൂടെയും ഗുരുവിൻ്റെ ജീവചരിത്രത്തിലൂടെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മൗനത്തെപ്പറ്റി, മൗനത്തിൻ്റെ ഈ സാന്ദ്രതയെപ്പറ്റി ഒരുപക്ഷെ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനെക്കുറിച്ച് എഴുതിയ ആ കീർത്തനത്തിൽ മൗനത്തിൻ്റെ മഹാസാഗരമായിരിക്കുന്ന ഗുരു എന്ന ഈ പ്രയോഗത്തെപ്പറ്റി കഴിഞ്ഞ നാടുകളിലൊന്നിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ അസാധാരണമായ ഒരർത്ഥത്തെ ആ മൗനത്തിൽ കണ്ടെത്തുന്നത്. മൗനമെന്നാൽ നിശബ്ദതയാണെന്നല്ല അർത്ഥം. നിശബ്ദത മൗനമല്ല. രണ്ടും സൈലൻസായിട്ട് നമ്മൾ പരിചയപ്പെടുത്തും. സൈലൻസ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് മലയാളത്തിൽ അർത്ഥം എഴുതുമ്പോൾ നിശബ്ദതയെന്നും മൗനമെന്നും നമ്മൾ പറയും. പക്ഷേ മൗനം നിശബ്ദതയല്ല. മൗനത്തിൻ്റെ സന്ദർഭത്തിനുള്ളിൽ വലിയ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് മരുത്വാമലയിൽ പിള്ളത്തടത്തിലിരിക്കുമ്പോൾ ഗുരു സമുദ്രത്തെ കാണുന്നു. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി അജസ്രവം ഉണരുന്നതിനെക്കുറിച്ച് ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതുന്നു. പിള്ളത്തടത്തിലിരുന്ന് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രം കാണാം, അറബിക്കടൽ കാണാം, ആ സമുദ്രത്തിലെ തിരമാലകളെ നമുക്ക് കാണാം. പക്ഷേ അവയുടെ ശബ്ദം നാം കേൾക്കുന്നില്ല. തിരമാലകളെ നാം കേൾക്കുന്നു, അവയുടെ ശബ്ദത്തെ നാം കേൾക്കുന്നില്ല. പക്ഷേ അത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ശബ്ദം അലയടിച്ച് ഉയരുന്നുണ്ട്. ഈ മൗനത്തിൻ്റെ അർത്ഥത്തെ പറയാൻ എനിക്ക് അവലോകിതേശ്വര സങ്കല്പമാണ് സഹായകമായത്. ഭഗവാൻ ബുദ്ധൻ്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് അവലോകിതേശ്വര സങ്കല്പത്തെക്കുറിച്ചറിയാം. ഭഗവാൻ അവലോകിതേശ്വരന് ഈ പ്രപഞ്ചത്തിലെ ഏത് ശബ്ദത്തെയും കേൾക്കാൻ കഴിയും. ഒരു ഉറുമ്പിൻ്റെ ശബ്ദത്തെയും കേൾക്കാൻ പറ്റും. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഒരു ഇലയനങ്ങുന്ന ശബ്ദവും കേൾക്കാൻ പറ്റും. വിദൂരതയിലുള്ള ഒരു മനുഷ്യൻ്റെ സങ്കടത്തെയും കേൾക്കാൻ പറ്റും. അടുത്ത് നിൽക്കുന്നവൻ്റെ വേദനയെ കേൾക്കാൻ പറ്റും. പ്രപഞ്ചത്തിലെ ഏത് ശബ്ദത്തെയും അവലോകിതേശ്വരന് കേൾക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അവലോകിതേശ്വരന് പഞ്ചമഹാശബ്ദങ്ങളെ ഉണ്ടാക്കാനും പറ്റും. ഏതാണ് ഈ പഞ്ചമഹാശബ്ദങ്ങളെന്ന് അവലോകിതേശ്വര ചരിത്രത്തിൽ പറയും. പക്ഷേ ഈ 5 ശബ്ദങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിലെ 3ാമത്തെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചമഹാശബ്ദങ്ങളിലെ 3ാമത്തെ ശബ്ദം ബ്രഹ്മശബ്ദമാണ്. ആ ശബ്ദം കേൾക്കാനാണ് കോലത്തുകര ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നമ്മൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കാനാണ് നാം പാഠപുസ്തകം തുറക്കുന്നത്. ആ ശബ്ദം കേൾക്കാനാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ ശബ്ദത്തിൻ്റെ പരമമായ സാധ്യതയെക്കുറിച്ചിട്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിലെ പല മതസാരവും ഏകം എന്ന് പറഞ്ഞത്. നാളെ പെരുന്നാളാണ്. പക്ഷേ എനിക്ക് പെരുന്നാളിൻ്റെ ഈ പിറ കാണുന്നതിൻ്റെ തുഞ്ചത്ത് കോലത്തുകര ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാവുന്ന ആ സമാധാനത്തിൻ്റെ പേരാണ് പല മതസാരവും ഏകമെന്ന ഗുരുവിൻ്റെ വാക്യം. ആ ബ്രഹ്മശബ്ദം എന്ത് എന്ന ചോദ്യം മാണ്ഡൂക്യോപനിഷത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മശബ്ദം ഓംകാരമല്ലാതെ മറ്റൊന്നുമല്ല. ഓം എന്ന് ഒന്നുച്ചരിച്ചു നോക്കൂ. ഓം എന്ന ഉച്ചാരണത്തിൽ 3 മാത്രകളുള്ളതായി നമുക്കറിയാം. അകാരം, ഉകാരം, മകാരം. ഇത് മറക്കാതിരിക്കാൻ കുട്ടിക്കാലത്ത്
ഞാൻ അകാരം അമ്മ, ഉകാരം ഉമ്മ, മകാരം മാതാവ് എന്ന് ഓർമ്മിച്ചു വച്ചിട്ടുണ്ട്. ആ ഉ മ. ഓം എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ വളച്ച് ഓഷ്ട്യ രൂപത്തിൽ നാം ഓം എന്ന് ഉച്ചരിക്കുന്നു. ഈ ആ ഉ മ, ആ ഒരു മാത്ര, മ മറ്റൊരു മാത്ര, ഉ മറ്റൊരു മാത്ര. മാണ്ഡൂക്യം പറയുന്നത് ഈ അകാരമെന്നാൽ എന്ത്, ഉകാരമെന്നാൽ എന്ത്, മകാരമെന്നാൽ എന്ത്. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര. ജാഗ്രതയിൽ ഇരിക്കുന്ന വൈശ്വാനരനായ അകാരൻ. ആ അകാരനെ ഉപാസിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്താഗ്രഹവും നിറവേറുമെന്ന് മാണ്ഡൂക്യം പറയുന്നു. രണ്ടാമത്തെ ഉകാരൻ എവിടെ ഇരിക്കുന്നു? അത് സ്വപ്നസ്ഥാന സ്ഥൈജസ ഉകാരൻ. ആ ഉകാരനെ ഉപാസിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കുടുംബത്തിൽ വേദജ്ഞാനമുള്ളവർ, ബ്രഹ്മജ്ഞാനമുള്ളവർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസമുള്ളവരെന്ന് മാത്രമല്ല അർത്ഥം, ഈശ്വര സ്നേഹമുള്ളവരെന്ന് മാത്രമല്ല അർത്ഥം, ഉള്ളിൽ അൻപും കനിവുമുള്ളവർ ഉണ്ടാകുമെന്നർത്ഥം. മൂന്നാമത്തെ മാത്രയായ മകാരനെ ഉപാസിച്ചാലോ, ആ മകാരനെ ഉപാസിക്കുന്നവർക്ക് സകലമാന ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും. പക്ഷേ ഈ മൂന്ന് മാത്രകൾ മാത്രമല്ല ഓംകാരത്തിൻ്റെ ഉള്ളിലുള്ളത്. തുരീയം എന്ന് പറയുന്ന അമാത്രനായ ഒരു ഘടകം കൂടിയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അകാര, ഉകാര, മകാരങ്ങൾ മാത്രമല്ല, തുരീയൻ എന്ന നാലാമത്തെ ഒരു ഘടകം കൂടിയുണ്ട്. പക്ഷേ ഈ തുരീയനെ കുറിച്ച് മാണ്ഡൂക്യം അധികമൊന്നും പറയുന്നില്ല. ഈ തുരീയൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെ മകൻ കെ രാജശേഖരൻ നായർ സാറ് വൈദ്യത്തിൻ്റെ സ്മൃതി സൗന്ദര്യം എന്ന കൃതിയിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചപ്പോഴാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഓംകാരത്തിൻ്റെ സാരം അറിയാം, അകാരം എന്തെന്നറിയാം, ഉകാരം എന്തെന്നറിയാം, മകാരം എന്തെന്നറിയാം, തുരീയം എന്താണെന്നും ഞാൻ മാണ്ഡൂക്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഞാൻ പഠിച്ചത് ആശുപത്രി കിടക്കയിൽ എൻ്റെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു പോകുന്ന രോഗികളുടെ കണ്ണിൽ നിന്നാണ്. എത്രയോ പേർ എൻ്റെ മുന്നിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവർ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഡോക്ടറുടെ കരം ചേർത്ത് പിടിക്കും. ഡോക്ടറെ, വല്ലാത്ത വേദനയായിരുന്നു കേട്ടോ, ഞാൻ വല്ലാതെ പിടയ്ക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പോവുകയാണ് കേട്ടോ, ഞാനിനി തിരിച്ചു വരികയില്ല കേട്ടോ, പക്ഷേ എൻ്റെ വേദനയ്ക്ക് അങ്ങ് തന്ന ശമനൌഷധമുണ്ടല്ലോ, അങ്ങ് തന്ന ആശ്വാസമുണ്ടല്ലോ, അതിന് നന്ദി പറയാൻ വാക്കുകളില്ല കേട്ടോ. രാജശേഖരൻ സാറ് പറയും, ദൈവമേ, തുരീയം എന്താണെന്ന് ഞാൻ കണ്ടല്ലോ. മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ വേദനയെ കടിച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ സഹോദരൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത്, ഭഗവാനെ, തുരീയം എന്താണെന്ന് ഞാൻ പഠിച്ചല്ലോ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ മുന്നിൽ എന്ത് ജാതി, എന്ത് മതം? അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെ മുന്നിൽ, തുരീയത്തിൻ്റെ മുന്നിൽ എന്ത് വിദ്വേഷം, എന്ത് ദ്വേഷം, എന്ത് രാഗം എന്ന ചോദ്യമാണ് പറയുന്നത്. പക്ഷെ ഇതിനെയെല്ലാം കടന്നുപോയി ശ്രീനാരായണൻ നമ്മളോട് പറഞ്ഞു, പല മതസാരവും ഏകമെന്ന്. അവലോകിതേശ്വരൻ്റെ ഈ മൂന്നാമത്തെ ബ്രഹ്മശബ്ദമില്ലേ, ആ ബ്രഹ്മശബ്ദമാകുന്ന ഓംകാരമില്ലേ, ആ ഓംകാരത്തെ ബൈബിളിൽ ഏത് ബ്രഹ്മശബ്ദ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു? ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ആദിയിലുണ്ടായ വചനമാകുന്നു ആദിയിലെ ബ്രഹ്മശബ്ദമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കും. ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ദൈവശാസ്ത്രം പറയുമ്പോൾ ആ അധ്യായം തുടങ്ങുന്നിടത്തെ ശബ്ദം ശ്രദ്ധിച്ചു നോക്കൂ. അലിഫ് ലാം മീം, അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതിനെല്ലാം അർത്ഥം പറയാൻ പറ്റും. പക്ഷെ ആദ്യത്തെ
അലിഫ് ലാം മീമിന് അർത്ഥം പറയാൻ പറ്റില്ല. ഗുരു പറഞ്ഞ വാക്യം എത്രമേൽ തിളങ്ങുന്ന വാക്യമാണ് പ്രിയപ്പെട്ടവരെ. പല മതസാരവും ഏകം, ഇതെല്ലാം ഒന്നാണ് കേട്ടോ. ഇതെല്ലാം ഒന്നായിരിക്കെയും ഓംകാരത്തിൽ വിദ്വേഷം കലർത്താൻ ശ്രമിച്ചാൽ, അലിഫ് ലാം മീമിൽ വിദ്വേഷം കലർത്താൻ ശ്രമിച്ചാൽ, ആദിയിൽ വചനമുണ്ടായി എന്ന ആ പരമബ്രഹ്മ ശബ്ദത്തിലേക്ക് വിദ്വേഷം കലർത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ആ ബോധ്യത്തിന്റെ പേരാണ് ഗുരുവിന്റെ മൗനം. അതുകൊണ്ട് ആ മൗനത്തിന്റെ അടിത്തറയായി ഗുരു ഒരു കാര്യം കൂടെ പറഞ്ഞു: പരമതവാദി ഇത് ഓർത്തിടാതെ പരേ പൊഴുത് പൊലിഞ്ഞിടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. വിദ്വേഷമരുത് കേട്ടോ, സ്നേഹം തന്നെ ആയിരിക്കണം കേട്ടോ നമ്മുടെ കരുത്ത്, നമ്മുടെ മുന്നോട്ട് പോകൽ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ നർമ്മവും മൗനവും എത്രമേൽ ശക്തമായി നമുക്കിടയിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ബോധ്യമാണ് കുറച്ചെങ്കിലും അവ്യക്തമായിട്ടും കുറച്ചെങ്കിലും മുറിഞ്ഞും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വർത്തമാനത്തെ ചുരുക്കുകയാണ്. കോലത്തുകര എന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ക്ഷേത്രം, അതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ കോലത്തുകരയുടെ ഭാഗം തന്നെയാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാലും എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന നിങ്ങൾ കോലത്തുകരയുടേതാണ്, നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ശ്രീനാരായണൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് 1000 വട്ടം പറഞ്ഞുകൊണ്ട് ഗുരുവിനെ എൻ്റെ മനസ്സിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.